ഗസയെ പിന്നിൽ നിന്നും കുത്തിയ ജോർദാന്റെ ചതിയാണ് പശ്ചിമേഷ്യൻ സയനിസ്റ്റ് അധിനിവേശ ഭീകരതയിൽ ഇന്നു കണ്ട ഏറ്റവും പുതിയ അപ്ഡേഷനുകളിൽ ഒന്ന്. അഥവാ ഇസ്രയേലിന് ഗാസയിൽ സമഗ്രാധിപത്യം ഒരുക്കിക്കൊടുക്കുവാൻ ഗാസയിലെ ഹമാസ് സൈനിക വിഭാഗത്തോട് നാട് വിടണം എന്ന നിർദ്ദേശം ഇസ്രയേലിൻ്റെതല്ല, ജോർദാൻ്റേത് ആണെന്ന് ഒരു അറബ് മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. യുദ്ധം തുടങ്ങി വർഷവും മാസങ്ങളും പിന്നിട്ടിട്ടും ഹമാസിനെ അവസാനിപ്പിക്കാനോ ഉന്മൂലനം ചെയ്യാനോ കഴിയാത്ത ഇസ്രയേൽ ജോർദാനുമായി ചേർന്ന് നടത്തുന്ന അന്തർനാടകമാണ് ഇതെന്നും വ്യക്തം. ഫലസ്തീൻ തടവുകാരുടെ കാര്യങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ഇസ്രയേലി കമാൻഡറായ ഷാൽ ഹിർഷ് കഴിഞ്ഞ വർഷം പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഗാസയ്ക്കെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശിച്ച് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ: എല്ലാ ഇസ്രയേലി തടവുകാരെയും ഒരു ഘട്ടത്തിൽ മോചിപ്പിക്കുന്നതിന് പകരമായി ഹമാസ് നേതാക്കളെ സുരക്ഷിതമായി നാടുകടക്കാൻ അനുവദിക്കുക എന്നതായിരുന്നു അത്. എന്ന് വെച്ചാൽ ഇസ്രയേലിൻ്റെ ഒരു കുബുദ്ധിയായിരുന്നു എന്ന്. ഹമാസിനോട് കീഴടങ്ങാൻ പറയുന്നതിന് പകരം രാജ്യം വിടാൻ ആവശ്യപ്പെടുക, എങ്കിൽ അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുക. ഹമാസ് ഒഴിയുന്ന ഗാസയിൽ ഇസ്രയേൽ പിടിമുറുക്കും, ഭരണം ഏറ്റെടുക്കും. ഇതായിരുന്നു പ്ലാൻ. എന്നാൽ ഈ കുബുദ്ധി തിരിച്ചറിഞ്ഞ ഹമാസ് പിന്മാറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇസ്രയേലിൻ്റെ ആഹ്വാനത്തെ തള്ളിക്കളയുക കൂടി ചെയ്തു. ഇസ്രയേൽ അധിനിവേശം നിലനിൽക്കുന്നിടത്തോളം കാലം തങ്ങൾ ആയുധങ്ങൾ കൈവശം വെക്കും എന്നായിരുന്നു ഹമാസിൻ്റെ അന്നത്തെ ഉശിരൻ മറുപടി. ഇന്ന് യുദ്ധം കുറെ കൂടി ഭീകരമായി. ഗാസ നഗരം തന്നെ തകർത്തു. ഹമാസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു. ജീവിതം ഏറെ